പൊതുവെ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കടം എടുത്ത് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? കടവും ലോണും ഒക്കെ എടുത്ത് ബിസിനസ് തുടങ്ങുക എന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എനിവേ, ഞാൻ ബിസിനസ്സിൽ ലോൺ എടുത്ത് തുടങ്ങിയാൽ അല്ലെങ്കിൽ കടമെടുത്ത് തുടങ്ങിയാലുള്ള ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് പറയാം. ബിസിനസ് തുടങ്ങിയാൽ സ്വാഭാവികമായും ആദ്യത്തെ 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് ആണ്. ഈ സമയത്ത് കമ്പനിയുടെ ഓപ്പറേഷൻ നോക്കുന്നതിന് പുറമെ എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ, പേയ്മെന്റുകൾ, ലോൺ തിരിച്ചടയ്ക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കുക എന്ന ഒരു ചിന്ത ഒരു ബിസിനസ് ഓണറിന് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഔട്ട്പുട്ട്, അദ്ദേഹത്തിന്റെ കാര്യക്ഷമത കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, സ്വാഭാവികമായും കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ, കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം ചിന്തിക്കും, ഒരു പാർട്ട്ണറെ കൂട്ടാം. ഡിഫിക്കൽട്ടീസ് സമയത്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നേരത്ത് പാർട്ട്ണറെ കൂട്ടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു നല്ലൊരു പാർട്ട്ണറെ കണ്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടെ അദ്ദേഹവും അവരും കൂടി ബിഗിനിങ്ങിൽ തന്നെ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കടമെടുക്കാതെ തുടങ്ങലാണ് നല്ലത്. കടമെടുത്താൽ മാനസികമായ പ്രശ്നം, പിന്നെ പേയ്മെന്റ് കൃത്യമായി അടയ്ക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ബിസിനസ്സിൽ നിന്നും സ്ട്രെസ് എടുത്ത് ശാരീരികമായും മാനസികവുമായും ഒക്കെ ബിസിനസ് ഓണേഴ്സ് തകരാൻ സാധ്യതയുള്ളത് കൊണ്ട് പൊതുവെ ലോൺ എടുക്കാതെ, കടമെടുക്കാതെ ബിസിനസ് തുടങ്ങലാണ് നല്ലത്.